ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റോ? അതോ പ്രധാനമന്ത്രിയോ? അതോ പാർലമെന്റോ? ഇവർക്കൊക്കെ മുകളിൽ ഈ മഹാരാജ്യത്തെ കൃത്യമായ ദിശയിൽ നയിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് ഇന്ത്യൻ ഭരണഘടന. എന്താണ് ഈ ഭരണഘടന? അതെങ്ങനെ രൂപം കൊണ്ടു? എന്തുകൊണ്ടാണ് ഇതിനെ ഇന്ത്യയുടെ ആത്മാവ് എന്ന് നാം വിളിക്കുന്നത്? ഇന്ന് നമുക്ക് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആവേശകരമായ ആ കഥയറിയാം. സബ്സ്ക്രൈബ് ചെയ്തോളൂ. അറിവ് നേരം. ലളിതമായി പറഞ്ഞാൽ, ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം? ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന്റെ അധികാരം എവിടം വരെയാണ് എന്നൊക്കെ കൃത്യമായി എഴുതിവെച്ചിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാന പുസ്തകമാണ് നമ്മുടെ ഭരണഘടന. അതായത് നമ്മുടെ രാജ്യത്തിന്റെ റൂൾ ബുക്ക്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും, പക്ഷേ ഒരു സ്വതന്ത്ര രാജ്യം എങ്ങനെ മുന്നോട്ടു പോകണം എന്നതിനൊരു നിയമചട്ടക്കൂട് അനിവാര്യമാണ്. അതിനായി രൂപീകരിച്ചതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. 1946 ഡിസംബർ 9 അതിന്റെ ആദ്യ യോഗം ചേർന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒത്തുചേർന്ന് നമ്മുടെ നാടിന്റെ ഭാവി നിയമങ്ങൾ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ BR അംബേദ്കർ നേതൃത്വത്തിൽ നീണ്ട 2 വർഷം 11 മാസം 18 ദിവസമെടുത്താണ് ഈ മഹത്തായ ഗ്രന്ഥം തയ്യാറാക്കിയത്. അതിനാൽ അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നു. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെടുകയും 1950 ജനുവരി 26 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ആ ചരിത്ര ദിനത്തെയാണ് നാം റിപ്പബ്ലിക് ദിനമായി ഇന്നും ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും നവംബർ 26 ഭരണഘടനാ ദിനമായും ആചരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. തുടക്കത്തിൽ 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്ന ഇതിൽ ഇന്ന് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോടെ 448 ആർട്ടിക്കിളുകളും 12 ഷെഡ്യൂളുകളുമുണ്ട്. ഒരേ സമയം ശക്തവും എന്നാൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ പാകത്തിൽ അയവുള്ളതുമാണ് നമ്മുടെ ഭരണഘടന. 5 പ്രധാന തത്വങ്ങളിലാണ് ഇതിന്റെ അടിത്തറ. ഒന്നാമതായി, സോവറിൻ അഥവാ ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര രാജ്യം. രണ്ടാമത്, സോഷ്യലിസ്റ്റ്, അതായത് സാമൂഹിക നീതി ഉറപ്പാക്കുന്ന രാജ്യം. മൂന്നാമത്, സെക്യുലർ, എല്ലാ മതങ്ങൾക്കും ഇവിടെ ഒരേ പരിഗണനയാണ്. നാലാമത്, ഡെമോക്രാറ്റിക്, ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ഭരിക്കുന്ന ജനാധിപത്യം. അഞ്ചാമതായി, റിപ്പബ്ലിക്, ഇവിടെ രാജവാഴ്ചയില്ല, പകരം ജനങ്ങളിലൂടെ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രപതിയാണ് തലവൻ. ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മളായ ഭാരതത്തിലെ ജനങ്ങൾ എന്നു തുടങ്ങുന്ന ആ വരികൾ വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തിന്റെ അധികാരം ജനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് നമ്മുടെ ഭരണഘടനയുടെ 4 കരുത്തുറ്റ തൂണുകൾ. ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനത്തോടെ ജീവിക്കാൻ ചില അടിസ്ഥാന അവകാശങ്ങൾ ഭരണഘടന നൽകുന്നുണ്ട്. സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്നിവയാണവ. ഇവ പൗരന്റെ സുരക്ഷാ കവചങ്ങളാണ്. അവകാശങ്ങൾക്കൊപ്പം തന്നെ രാജ്യത്തെ ബഹുമാനിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ദേശീയ ഐക്യം നിലനിർത്താനുമുള്ള ചില കടമകളും നമുക്കുണ്ട്. ഭരണകൂടത്തെ പ്രധാനമായും 3 ഘടകങ്ങളായി ഇത് തിരിക്കുന്നു. നിയമം നിർമ്മിക്കുന്ന ലെജിസ്ലേച്ചർ അഥവാ പാർലമെന്റ്, അത് നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ് അഥവാ
ഗവൺമെന്റ്. പിന്നെ നീതി ഉറപ്പാക്കുന്ന ജുഡീഷ്യറി അഥവാ സുപ്രീം കോടതി. ഇവ മൂന്നും പരസ്പരം തുലനം ചെയ്താണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവകാശങ്ങളില്ല, ജനാധിപത്യമില്ല, നിയമവാഴ്ചയില്ല. രാജ്യം തന്നെ സ്തംഭിച്ചു പോയേനെ. അതുകൊണ്ട് ഭരണഘടന വെറുമൊരു പുസ്തകമല്ല, അത് ഇന്ത്യയുടെ ശ്വാസമാണ്, ഇന്ത്യയുടെ ആത്മാവാണ്. നാം പലപ്പോഴും ദേശീയഗാനം പാടുന്നു, ദേശീയ പതാക ഉയർത്തുന്നു. അത് നമ്മുടെ അഭിമാനമാണ്. രാജ്യം തന്നെ സ്തംഭിച്ചു പോയേനെ. അതുകൊണ്ട് ഭരണഘടന വെറുമൊരു പുസ്തകമല്ല, അത് ഇന്ത്യയുടെ ശ്വാസമാണ്, ഇന്ത്യയുടെ ആത്മാവാണ്. നാം പലപ്പോഴും ദേശീയഗാനം പാടുന്നു, ദേശീയ പതാക ഉയർത്തുന്നു. അത് നമ്മുടെ അഭിമാനമാണ്. പക്ഷേ നമ്മെ ഒരു പരമാധികാര രാജ്യമായി ഇന്നും ചേർത്തു നിർത്തുന്നത് ഈ ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയെ നയിക്കുന്ന ഈ മഹത്തായ പുസ്തകത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് പോലെയാണ്. ഓർക്കുക, ഭരണഘടനയാണ് നമ്മുടെ കരുത്ത്. ഭരണഘടനയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പാർട്ട് 2 ൽ